അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഷെജി. ഞാൻ കത്തീഡ്രൽ ഇടവക അംഗമാണ്. ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എനിക്കും എൻ്റെ മകൾക്കും എൻ്റെ അമ്മയ്ക്കും ഉണ്ടായ പനിയിൽ നിന്നുള്ള മോചനമാണ്. വചനം ഉച്ചരിച്ചുകൊണ്ടുള്ള വിടുതലാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. എനിക്ക് ഡിസംബർ 26 ഒരു യാത്ര പോകേണ്ട ആവശ്യം വന്നു. ദീർഘയാത്രയായിരുന്നു. യാത്രയിൽ പോണ വഴിക്ക് ഒരു 12 മണിയാവുന്നതോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് എനിക്ക് നല്ല ശക്തമായ പനി തുടങ്ങി. പനി തുടങ്ങുക മാത്രമല്ല, എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടർമാരെ മാറ്റി കാണിക്കാനൊന്നും എളുപ്പമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ നല്ലൊരു വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ പനി നല്ല ശക്തമായിട്ടുണ്ട്, യാത്ര ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ മത്തായി 8:16 എന്നുള്ള വചനം ആവർത്തിച്ച് ചെല്ലാൻ 16:17 എന്നുള്ള വചനം ആവർത്തിച്ച് ചെല്ലാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേരണ തോന്നി. അപ്പോൾ അപ്പോൾ ഇവിടെ അച്ഛൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പല പനികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വചനം നിങ്ങൾ സ്ഥിരമായിട്ട് ഉച്ചരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 33 പ്രാവശ്യം വെച്ചൊരു ദിവസം ചെല്ലാറുണ്ടെന്നല്ലാണ്ട് കൂടുതൽ കൂട്ടാറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പനി ഇങ്ങനെ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഇടതടവില്ലാണ്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം, മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് പ്രകാരം ഞാൻ ഈ വചനം എണ്ണമൊന്നും നോക്കിയില്ല, ഇങ്ങനെ യാത്രയിലുടനീളം ചൊല്ലിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരം ഒരു 5-5:30 ആവണോടുകൂടിയിട്ട് പനി പൂർണ്ണമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രണ്ടാമതും പനിക്കുന്നു വെച്ചു. എന്നാലും ആ രാത്രിയിൽ മുഴുവൻ ഈ വചനം ഞാൻ ചൊല്ലി. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു തെരി പോലും പനിയില്ല. ഞാൻ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്തു, ഒരു കുഴപ്പവും വന്നില്ല. അങ്ങനെ ദൈവം ആ വചനത്തിൻ്റെ ശക്തിയാലും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ 8:16-17 വചനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ പകർച്ചവ്യാധികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ലൂക്ക 10:19 വെച്ചാൽ ചിക്കൻ ബോക്സ് ശരീരത്തിൽ വന്നാൽ അത് വിട്ടുപോകുന്നതാണ്. ലൂക്ക 10:19. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്കും കൂടി സാക്ഷ്യം പറയാനാണ്. മകൾ ജെനീസ സിജു, കത്തീഡ്രൽ ഇടവകയാണ്. അവൾക്ക് കഴിഞ്ഞ ജനുവരി 5 വൈകിട്ടാവണോടുകൂടി പനി നല്ലോണം കൂടി. പനി കൂടിയപ്പോൾ പൊതുവേ ഇവൾക്ക് പ്രാർത്ഥന ചെല്ലാൻ ഇത്തിരി ഒരു ബാക്കും മടിയൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞത്ര ചെല്ലുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയായതുകൊണ്ട് ഇവൾ നിർബന്ധിച്ച് പനിയും കൂടി ആയപ്പോൾ അവൾക്ക് ഇങ്ങനെ ബാക്ക് വന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ ആകുമ്പോഴേക്കും 105 ഡിഗ്രിയോളം പനി കൂടിയപ്പോൾ ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു, കഴിച്ചു. ശനിയാഴ്ച കഴിച്ചു, ഞായറാഴ്ച കഴിച്ചു, തിങ്കളാഴ്ചയും ഈ 105 ഡിഗ്രി എന്നുള്ളത് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടാമതും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം, എന്നിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കാരണം എന്ന് വെച്ചാൽ എന്തൊരു തരം പനിയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രൈവറ്റിൽ പോകേണ്ട, ജില്ലാശുപത്രിയിൽ പോയാൽ മതി, കൊറോണയൊക്കെ നോക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജില്ലാശുപത്രിയിലേക്ക്, ശിശു സംരക്ഷണ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് തന്നു. അങ്ങനെ അവിടെ പോയി എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, നീ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പനി പൂർണ്ണമായിട്ട് പോകും, നിനക്കത് മനസ്സിലാവാണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ മുഴുവനായിട്ട് ഇതിന് ചെല്ലുമോളെ, മനസ്സിൽ ഉറക്കെ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലും അതേപോലെ തന്നെ എല്ലാവരും ഈ പ്രാർത്ഥന ഒപ്പം ചൊല്ലി. എൻ്റെ ചേച്ചി അതേപോലെ ഇങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അങ്ങനെ ഈ പ്രാർത്ഥന അവളോട് ഞാൻ പറഞ്ഞപ്പോൾ അവളിങ്ങനെ പനി കൂടിയിട്ട് ഇങ്ങനെ വിറച്ച് തുടങ്ങി. അപ്പോൾ അവർ സന്നി കയറാണ്ടിരിക്കാൻ മേത്തിക്കൂടെയും തലയിൽ കൂടെയൊക്കെ ഇങ്ങനെ തണുത്ത തുണി ചുറ്റലും മേത്ത് വെള്ളം ഒഴിക്കലൊക്കെ ചെയ്യുന്നുണ്ട് ആശുപത്രിക്കാർ. അങ്ങനെ നിന്നതിൻ്റെ ഇടയ്ക്ക് ഇവളടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ മൂർച്ഛിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ ചെല്ലാൻ തുടങ്ങി. ചെല്ലി വന്നു. വൈകുന്നേരം 7-7:30 ആയപ്പോൾ റിസൾട്ട് വന്നു. ബ്ലഡിൽ റിസൾട്ട് വന്നപ്പോൾ യാതൊരുവിധ പനികളില്ല. മലേറിയ, ഡെങ്കി, കൊറോണ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ഒരു വിധത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പനികളുണ്ടോ അത് മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല, ബ്ലഡ് പൂർണ്ണമായിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് അതായത് ഈ ടെസ്റ്റിന് കൊടുത്തിട്ട് ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണതിൻ്റെ ഇടയിൽ വൈകുന്നേരം ആയപ്പോൾ 7-7:30 ആയപ്പോഴേക്കും പനി ഒന്ന് ശാന്തമായി, അതായത് 101 ഡിഗ്രിയിലേക്ക് പനി താന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാത്രി മുഴുവൻ ത്രൂ ഔട്ടായിട്ട് ഇത് ചൊല്ലി എൻ്റെ ഒപ്പം. കാരണം ഞാൻ ചെല്ലേണ്ട അവളൊപ്പം ചെല്ലാത്തതുള്ളൊരു പ്രശ്നം, അവൾ ചെല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ അവൾ ചൊല്ലി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും 97 ഡിഗ്രിയായി, കുറഞ്ഞ് പനി ശാന്തമായി, പിന്നെ പനിച്ചിട്ടില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ വചനം ഉപയോഗിക്കുന്നതല്ല. 8:16-17 മത്തായി 8:16-17 മിക്കവാറും തന്നെ ചുമയും ജലദോഷവും പനിയൊക്കെ ഉണ്ട്. കോവിഡ് മാറിയിട്ടില്ല, മലേറിയ ഉണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, പല വിധത്തിലുള്ള പനികളുണ്ട്. നമ്മൾ ഒരു ദിവസം
ഈ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ വചനങ്ങൾ 10-200 പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതാണ്. അത് ഒരെണ്ണം മാത്രമല്ല, പല വിധത്തിലുള്ള വചനങ്ങളുണ്ട്, അത് ചൊല്ലുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ അമ്മയ്ക്ക് ഇതേപോലെ തന്നെ പനി പിടിച്ചു. എൻ്റെ അമ്മയെ ഇതേപോലെ തന്നെ ബ്ലഡുകളൊക്കെ ടെസ്റ്റ് ചെയ്തു. റോസി ജോസഫ് എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്കും ഇതേപോലെ പല ടെസ്റ്റുകളൊക്കെ നടത്തി. ഒന്നിലും ഒരു കുഴപ്പമില്ല. ഈ വചനം തന്നെ അമ്മയുടെ അടുത്ത് ഉച്ചരിക്കാൻ പറഞ്ഞു. അമ്മ അത് ചൊല്ലി 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 ആ പനിയിൽ നിന്ന് ക്ലിയറായിട്ട് മോചനം കിട്ടി.